واحد 44000 ريال حراج واحد 44000 ريال حراج واحد 44000 ريال حراج البيت. അപ്പോൾ വണ്ടികളെല്ലാം എല്ലാവരും കൊണ്ടുപോക്ക് തുടങ്ങി. നോക്കിയാൽ വിളിച്ച് വണ്ടികൾ ടപ്പ ടപ്പെന്ന് കൊണ്ടുപോക്ക് തുടങ്ങി. ടെമ്പററി നമ്പർ കിട്ടും. അശ്വറേ എത്ര പൈസ വിളിച്ചോ? അല്ല എഞ്ചിൻ പോയ വണ്ടി എത്ര പൈസ? 40,000. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പം 1-2 വീഡിയോ ആയിട്ട് ലേലം വിളി ഉണ്ട് എന്നുള്ള വീഡിയോ ആണ് ഇട്ടത്. ഇന്നാണ് അതിൻ്റെ ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം ലേലം വിളീൻ്റെ സ്ഥലത്തേക്ക് പോയെന്ന് നമ്മളും കുറച്ച് വണ്ടികളെല്ലാം നോക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരെയും പോലെ എല്ലാവരും കുറേ വണ്ടികൾ നോക്കി വെച്ചിട്ടുണ്ടാവും. എന്നെ കുറേ മലയാളികൾ വിളിച്ചിന് മലയാളിയാക്കെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിന് എന്നെ കൊണ്ട് പറ്റുന്നത്. അതല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ. നമ്മളെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ പറഞ്ഞു കൊടുത്തിന്. ലൊക്കേഷൻ ചോദിച്ചവർ നിരവധി ആൾക്കാരുണ്ട്. 10-100 ആൾക്കാരുണ്ട് ലൊക്കേഷൻ ചോദിച്ചവർ. എല്ലാവർക്കും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തായാലും ലേലം വിളി സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്നേരം അടുത്തേക്ക് പോകുന്നത്. അന്നേരം അവിടെയുള്ള കുറച്ച് വിശേഷങ്ങളെല്ലാം നമുക്ക് ഇത് വീഡിയോ ആക്കി എടുക്കാൻ നോക്കാം. വരാൻ പറ്റാത്തവർക്ക് കാണാൻ വേണ്ടി, എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് ലേലം വിളീൻ്റെ ലൊക്കേഷൻ. സനയാണ് സ്ട്രീറ്റ് നമ്പർ 1. സ്ട്രീറ്റ് നമ്പർ 1 എല്ലാവർക്കും അറിയാലോ. സ്ട്രീറ്റ് നമ്പർ 1 ഇപ്പോൾ സഫാരീൻ്റെ അങ്ങനെ വരുന്നതാണെങ്കിൽ ആ സിഗ്നലിൽ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ റൈറ്റിൽ ഫസ്റ്റ് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ 1, 2, 3, 4 അഞ്ചാമത്തെ സിഗ്നലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ സിഗ്നൽ കഴിഞ്ഞ വാർഡ് ഫസ്റ്റ് റൈറ്റ് കയറിയാൽ അവിടെയാണ് ലൊക്കേഷൻ. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്തായാലും നോക്കാം. ഇവിടെ ഉണ്ടാവും ബോർഡ് വെച്ചിട്ട് വർക്ക്ഷോപ്പ് ആൻഡ് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്. വർക്ക്ഷോപ്പ് പോലീസ് വർക്ക്ഷോപ്പ്. ഇവിടെ ചെറിയ വെള്ള ബോർഡും വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടാകുമ്പം ലെഫ്റ്റ് അടിക്കുക. ഇവിടെ എല്ലാം വണ്ടികൾ നിരന്ന് വെച്ചിട്ടുണ്ട്. അവിടെ പാവം പോലീസുകാരൻ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് വണ്ടി വെക്കാൻ വേണ്ടി. ഓനിങ്ങനെ വണ്ടി വെക്കാൻ പറയും. നഷ്ടപ്പെടുന്നുണ്ട്. അപ്പം നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇനി ഇത് ഫുള്ളാവും കേട്ടോ. കുറച്ച് ആൾക്കാരെ എത്തിയില്ലു. 3:10 സമയം. അവിടത്തേക്ക് നടന്നു പോകണം. പിന്നെ പോലീസുകാരുടെ സെക്യൂരിറ്റിയും കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വീഡിയോ എടുക്കുന്നില്ല. നോക്കാം. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ ലൈനുണ്ട്. ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് ലൈന്. ഇവിടെയാണ് ലൈൻ വെച്ചിട്ടുള്ളത്. ടോക്കൺ എടുക്കാണ്ട് ഉള്ളിൽ കയറാൻ പറ്റില്ല. എന്തായാലും നോക്കാം. ടോക്കൺ എടുക്കട്ടെ. 3000 റിയാൽ. അപ്പോൾ നമ്മൾ ആശിറും എത്തിയിട്ടുണ്ട്. ആശിർ എന്താണ്? ആശിറിന് ഒരു പ്രശ്നമാണ്, ചാർജ് ഉണ്ടാവില്ല. മൊബൈൽ ചാർജ് ഉണ്ടായി പ്രാവശ്യം ഉണ്ട്. നമുക്ക് നോക്കാം. തുടങ്ങിയെന്നൊന്നല്ലേ, വെയിലത്ത് നിൽക്കലാന്ന് കേട്ടാ. അപ്പൊ നമ്മള് ഉള്ളിൽ കയറി ടെൻ്റ് ആടെയുണ്ട്. ആടുന്ന് നമ്മൾ വണ്ടി ഒന്നും കൂടി സെർച്ച് ചെയ്യാൻ വേണ്ടി വന്നേ. ആശ റെഡി ഉണ്ട്. നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ട പരിപാടിയായിരുന്നു ലാസ്റ്റ് ഒരു വട്ടം കൂടി അല്ലേ. സിമ്പിൾ. അപ്പൊ ഇങ്ങോട്ട് കയറി വരണ്ടെങ്കിൽ അവിടെ ക്യാഷാ വേണ്ടത്, ടോക്കൺ അല്ല കാർഡല്ല. ക്യാഷ് കൊടുത്താലാണ് നമുക്ക് ടോക്കൺ കിട്ടും. മക്കീനുണ്ട്, പക്ഷേങ്കിൽ മക്കീനെ എടുക്കുന്നതിന് മുമ്പ് അങ്ങനെ ക്യാഷ് ആയിട്ട് വന്നാൽ എളുപ്പമല്ലേ. ATM മെഷീൻ ഉണ്ട്. ATM മെഷീനിൽ ക്യാഷ് എടുത്തിട്ട് അവിടെ ക്യാഷ് സബ്മിറ്റ് ചെയ്ത് ടോക്കൺ കളക്ട് ചെയ്യുക, വരിക ടെന്റിലേക്ക് വരിക. വേറെ ഒന്നുമില്ല കേട്ടോ. നമ്മളൊന്ന് വണ്ടിയൊക്കെ ആയിട്ട് വെള്ളം കിട്ടാണ്ട് മരിച്ചു. നിങ്ങൾ വക്കാലവാ, അത് സൂപ്പർ മാർക്കറ്റ്. നമുക്ക് ഇതിന്റെ ലൈസൻസ് എടുത്താൽ മതി. വണ്ടി എടുക്കേണ്ടേനും വക്കാലത്തെ ലൈസൻസ് അല്ലേ. 2 വെള്ളം മേടിക്കട്ടെ. അപ്പോൾ ടെന്റിന്റെ ഉള്ളിലെത്തി. ഈ പ്രാവശ്യം സെറ്റപ്പാന്നല്ല, നല്ല പൈസ ഇറക്കുന്നുണ്ടല്ലോ അല്ലേ. പൈസ ആദ്യം കഴിഞ്ഞ പ്രാവശ്യം ഒറ്റൊരു സ്ക്രീൻ ആയിട്ടുണ്ടായിന്. ഇത് നോക്കിയാ, ഇത് നോക്കിയ 4K ആണ്. 4K നോക്ക്, ഏതാ ക്ലിയർ വണ്ടിയുള്ളത്. ആടെ വലിയ സ്ക്രീൻ ആടെയുണ്ട്. സംഭവം ഭയങ്കരമാണ് കേട്ടാ. സെറ്റപ്പ് തന്നെ ഈ പ്രാവശ്യം. വിളി തുടങ്ങി. മാനുവലാ വിളിക്കുന്നത്. മാനുവല് ആശിറേ, മാനുവല് ശലാസി. 30,000 ഉറുപ്പ്യ പോലും ഇല്ല. 32 ഉറുപ്പ്യ പോലും പോയി. 43,000 حراج واحد 44,000 ريال حراج واحد 44,000 ريال حراج واحد
44,000 ريال حراج البيت. മോനെ 45. 44,000 ريال حراج ثلاثة ومبروك. كم رقم البطاقة؟ 50 റുപ്യ എന്തിനാ ഇറക്കുന്നത് ഈ വണ്ടിക്ക്? 137. എന്ത് മണ്ടനാണ്. 44 റുപ്യക്ക് 2008 വിളിക്കേണ്ട ആവശ്യമുണ്ടോ? പുറത്തുണ്ടാവുമ്പോ വമ്പം വിളിയാ നടക്കുന്നുണ്ടാ, ഒരു രക്ഷയില്ല, വമ്പനടി. ചെയ്യാ ആശീർവാദ ടെൻഷനിലാണ്, ഒരു രക്ഷയില്ലട്ടാ, വമ്പ വിളിയാ നടക്കുന്നത്. 2008 മോഡൽ വണ്ടി 30 എത്രയാ ലാസ്റ്റ് പോയത്? 35 റുപ്യ വെച്ചിട്ടാ പോകുന്നത്. 35 റുപ്യ എന്ന് പറയുമ്പോൾ പുറത്തിറക്കിയിട്ട് 5-6 റുപ്യൻ്റെ പണി മിനിമം കുറവ് പണിയുണ്ട്. 40 റുപ്യക്ക് പുറത്ത് വണ്ടിയുണ്ട്. അന്നേരം നമ്മളിപ്പോൾ 35 റുപ്യക്ക് വിളിച്ചിട്ട് ഒരു കാര്യമില്ല, വമ്പ വിളിയാ നടക്കുന്നത്. ഭയങ്കര ടെൻഷനില്ല, എല്ലാവരും ടെൻഷനിലാണ്. എല്ലാവരും ആകെ ഡെസ്പായിട്ടിരിക്കുകയാണ്. എല്ലാവരും വിചാരിച്ച് 10-15 റുപ്യക്ക് വണ്ടി തുടങ്ങാന്ന് വിചാരിച്ചു. അന്നേരം അങ്ങനെയാണ് നോക്കാം. ഒരു 11 വണ്ടിയാണ് കഴിഞ്ഞിട്ടുള്ളത്. ഒരു രക്ഷയില്ലാത്ത വിളിയാ പോകുന്നത്. നോക്കാം. 22,000 ريال. 23,000 ريال. 24,000 ريال. 24,000 ريال هنا. 24 25,000 ريال. 25,000 ريال هنا. 26,000 ريال هناك. 27,000 ريال. 27,000 ريال. 27,000 ريال. 27,000 ريال. 28,000 ريال. 28,000 ريال. 29,000 ريال. 29,000 ريال. 30,000 ريال هنا. 30,000 ريال. 31,000 ريال هناك. 31,000 ريال. 31,000 ريال. 31,000 ريال حراج واحد. 32,000 ريال حراج واحد. 32,000 ريال حراج اثنين. 33,000 ريال حراج واحد. 33,000 ريال حراج اثنين. 33,000 ريال حراج ثلاثة ومبروك. كم رقم البطاقة؟ مبروك. بطاقتك كم رقمها؟ 35 رقم البطاقة. എവറേജ് 33. 2008 സ്കിപ്പാകാം. 14 വന്നിട്ടാ. 50,000 ريال حراج واحد. 2008 50,000 ريال حراج اثنين. 51,000 ريال حراج واحد. 52,000 ريال حراج واحد. 52,000 ريال حراج اثنين. 53,000 ريال. 54,000 ريال حراج واحد. 54,000 ريال حراج اثنين. 55,000 ريال حراج واحد. 55,000 ريال حراج اثنين. 55,000 ريال حراج ثلاثة ورقم البطاقة. مبروك. رقم البطاقة 87 رقم البطاقة. 55. അപ്പോൾ വണ്ടികളെല്ലാം എല്ലാവരും കൊണ്ടുപോക്ക് തുടങ്ങി. നോക്കിയാൽ വിളിച്ച് വണ്ടികൾ ടപ്പന്ന് കൊണ്ടുപോക്ക് തുടങ്ങി. ടെമ്പററി നമ്പർ കിട്ടും. ഒരാൾ വണ്ടി കയറ്റുന്നുണ്ട് കേട്ടാ. അവരോ ടെമ്പററി നമ്പർ കിട്ടും കേട്ടാ. ആ നമ്പറും വെച്ച് കൊണ്ടുപോവുക. അത് വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതിനുശേഷം ഇസ്റ്റിമാർ എടുക്കുക. വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ടെമ്പററി, അത് വെച്ചിട്ടാണ് എല്ലാ ഇസ്റ്റിമാരെല്ലാം കഴിക്കുക. ലാസ്റ്റാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക. അപ്പോൾ അത് ഇന്നത്തെ വിളി കഴിഞ്ഞു. ഏകദേശം എത്ര വണ്ടി വരെ വിളിച്ച് ആശ്ര? എത്ര വണ്ടി വരെ? 70 വണ്ടി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 70 വണ്ടി വിളിച്ചു. എന്തായാലും കുഴപ്പമില്ല. വണ്ടി ഫസ്റ്റ് അടിപൊളി, ഭയങ്കര പ്രൈസിനായിരുന്നു പോയിന്. ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് റേറ്റ് കുറഞ്ഞു. എന്നാലും റേറ്റ് കുറഞ്ഞിട്ടില്ല. വണ്ടി ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. കുറേയെന്ന് വിചാരിക്കാം. ആൾക്കാർ കുറഞ്ഞില്ല. ലാസ്റ്റ് ആകുമ്പോൾ പൈസ കുറഞ്ഞിട്ടില്ല. صاحب البطاقة رقم 127 127 بطاقة رقم 127 بس خلاص. ഓക്കെ يعطيك العافية. ഓക്കെ അസ്സലാമ. അപ്പോൾ വണ്ടികളെല്ലാം എല്ലാവരും കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങി. അടിപൊളി, എല്ലാവരും കൊണ്ടുപോകുന്നുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ വണ്ടിയിലെല്ലാം കഴിയുമ്പോൾ ഖത്തറിലെല്ലാവർക്കും ലാലു സാർ. അതാ എന്തല്ല സുഖല്ലേ? നല്ല വിളിയാ. ഞാൻ പറയുന്നത് ഈ വണ്ടിയെല്ലാം കഴിയുമ്പോൾ ഖത്തറിലെല്ലാവർക്കും ലാലു സാർ. നല്ല വിളിയാ. പക്ഷെ അങ്ങോട്ട് കുറഞ്ഞു കേട്ടാ. അങ്ങോട്ടെത്തുമ്പോൾ കുറച്ച് കുറഞ്ഞു.
ആള് കുറയുമ്പോൾ കുറച്ച് കുറഞ്ഞിന്. പിന്നെ നമ്മളൊരു ബഡ്ജറ്റ് കണ്ടു വെച്ചിട്ട് ആ ടൈം ആകുമ്പോൾ ഓക്കെ ആണ് കണ്ടിട്ട് വിളിച്ചോളാം. അങ്ങനെയുണ്ട്. അതാണ് പറയുന്നത്. ഇനിയിപ്പോൾ നാളെ വരുമ്പോൾ ആൾക്കാർ കൂടുമോന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ ശമ്പളം ഇറങ്ങാൻ പോയത്, ശമ്പളം ഇറങ്ങിക്കഴിഞ്ഞാലില്ലേ അറബികൾ വെറുതെ വന്ന് വിളിക്കും. അതൊരു ഇതാണ്. ഓക്കെ. അപ്പം ലേലം വിളിയിൽ വിളിച്ചെടുത്ത വണ്ടികൾ എടുക്കാൻ വേണ്ടി നിരയായിട്ട് ബ്രേക്ക് ഡൗൺ പോകുന്നു. നോക്കും മക്കളെ, എല്ലാവരും ബ്രേക്ക് ഡൗൺ ഇട്ട് വിളിച്ചു പോകുന്നു കേട്ടാ. എല്ലാവർക്കും അടിപൊളി വണ്ടി കിട്ടട്ടെ, ഒന്നും പണിയില്ലാത്ത വണ്ടി ആട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതിലിടക്ക് വീണ്ടും ആശീർ ഭായി മലയാളിയല്ലേ വിളിച്ചത്, എഞ്ചിൻ പോയ വണ്ടി? ഞാനിതാന്ന് പറഞ്ഞത്. ഇത് കുറേ ആൾക്കാർ ഇന്നും നമ്മൾ ഇത്ര വീഡിയോ ഇട്ടു കേട്ടാ. നമ്മൾ ഇത്ര വീഡിയോ ഇട്ടിട്ട് ഇന്നൊരു മലയാളി. എത്ര പൈസക്ക് വിളിച്ചത് അശീർ ഭായി? എത്ര പൈസ വിളിച്ചേ? അല്ല, എഞ്ചിൻ പോയ വണ്ടി എത്ര പൈസ? 40,000 അല്ലേ, 38,000. 2011 2012 40,000 റിയാലിന് വിളിച്ചു. പക്ഷേ എഞ്ചിനില്ല. എഞ്ചിനില്ലെങ്കിൽ അടിപൊളി വണ്ടിയാണ്, അല്ല എഞ്ചിൻ ഉണ്ടെങ്കിൽ. പക്ഷേ എഞ്ചിൻ ഉണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. മാനുവൽ തിരിയുന്നില്ല, ഒന്നും അവിടെ പറയുന്നില്ല കേട്ടോ. മാനുവൽ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മളും ഒരു വണ്ടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ പറഞ്ഞു തരാം. ഓക്കെ, എന്തായാലും ഇതാണ് ഇന്നത്തെ ചെറിയ വീഡിയോ. ഞാനും തളർന്നുപോയി, ആശീർ ഭായിയും തളർന്നുപോയി. ആശീർ ഭായി അല്ലേ, നമ്മളെടുത്ത വണ്ടീൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പിന്നെ ഡീറ്റെയിൽസ് പിന്നെ പറഞ്ഞുതരാം. അന്നേരം ഇങ്ങനെയാണ് കാര്യങ്ങൾ. അതെ, പിന്നെ ആർക്കെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തോട്ട് തരും. അതിൻ്റെ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതാണ് ചെറിയ വീഡിയോ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമ്മളെ വണ്ടി ലേലത്തിൻ്റെ. ബൈ.